ഹലോ സ്റ്റുഡൻസ്, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് കിടക്കാം. ഇന്ന് നമ്മൾ പ്രോബിലിറ്റീൻ്റെ മറ്റൊരു പാർട്ടിലേക്ക് പോവുകയാണ് അല്ലേ. ഓക്കെ, അപ്പോൾ വാട്ട് ഈസ് പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പറയാം അല്ലേ. വാട്ട് ഈസ് പ്രോബിലിറ്റി? പ്രോബിലിറ്റി ഈസ് ദ ഗെയിം ഓഫ് ചാൻസ് അല്ലേ. അപ്പോൾ പ്രോബിലിറ്റീൻ്റെ ഒരു ചെറിയൊരു ഹിസ്റ്ററി പറഞ്ഞിട്ട് നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഒരു ഇവല്യൂഷൻ ഓഫ് പ്രോബിലിറ്റി, അതാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതായത് പണ്ട് കാലത്ത് ഗാംബ്ലിംഗ് ആണ് നടക്കുന്നത് നമുക്കറിയാം. അപ്പോൾ ഗാംബ്ലിംഗ് സമയത്ത് ഷെയറിങ് ഓഫ് സ്റ്റേക്ക് അല്ലേ, അതായത് ഓഹരി എങ്ങനെ ഷെയർ ചെയ്യണം എന്നുള്ളൊരു പ്രശ്നം വന്നു. അതായത് ഗാംബ്ലിംഗ് സമയത്ത് എന്ന് പറയുമ്പോൾ ഇൻകംപ്ലീറ്റ് ഗാംബ്ലിംഗ് കൂടെയായിരുന്നു അത്. ഓക്കെ, ഇറ്റ് വാസ് എൻ ഇൻകംപ്ലീറ്റ് ഗാംബ്ലിംഗ്. അറ്റ് ദാറ്റ് ടൈം ഹൗ ടു ഷെയർ ദ സ്റ്റേക്ക്, ഓഹരി എങ്ങനെ ഷെയർ ചെയ്യണം എന്നുള്ളൊരു പ്രോബ്ലം വന്നു. അപ്പം ആ ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടെത്താൻ അതൊരു മാത്തമെറ്റീഷ്യനെ കാണുകയാണ് ഉണ്ടായിരുന്നു, രണ്ടുപേർ. അപ്പം അതിനെ പറ്റി പറയുമ്പോൾ ജസ്റ്റ് ഒരു കഥ പോലെ തന്നെ നിങ്ങൾ കേട്ടാൽ മതി. ആക്ച്വലി എന്താ ഉണ്ടായത് എന്നുള്ളതിൻ്റെ കറക്റ്റ് എക്സാക്റ്റ് സ്റ്റോറി നമുക്കറിയില്ല. അപ്പം ഇത് ഞാനൊരു ബുക്കിൽ വായിച്ചതാണ്. അതായത് എയും ബിയുമാണ് ഒരു ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം എയും രണ്ടുപേരും $1000 വെച്ചു 1000 pounds ആണ് അവർ വെക്കുന്നത്. $1000 വെച്ചിട്ട് അവർ രണ്ടുപേരും കിട്ടും, എയും ബി. അപ്പോൾ $2000. ഹൂവർ വിൽ ഗെറ്റ് ദാറ്റ് 2000 മണി അല്ലേ. അപ്പം ടെന്നീസാണ് അവർ കളിക്കുന്നതെന്ന് ഇരിക്കട്ടെ. അപ്പോൾ ടെന്നീസിൽ നമുക്കറിയാം ബെസ്റ്റ് ഓഫ് 5 ആണ് വിന്നേഴ്സായിട്ട് സെലക്ട് ചെയ്യുന്നത് അല്ലേ. ഡ്രോ ഇല്ല കളിയിൽ സംബന്ധിച്ചിട്ട് ഡ്രോ ഇല്ല. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ ഒഴിവാക്കാം. അപ്പോൾ 3, 5, 7 അങ്ങനെയാണ് സെറ്റ്സ് പോവുക അധികം. അപ്പം ഇവിടെ എയും ബിയും കളിക്കാൻ പോകുന്നത് 5 സെറ്റ്സ് ഉള്ളതാണ് അവരാകെ തീരുമാനിച്ചു. അങ്ങനെ ഇവർ രണ്ടുപേരും കളിച്ചു. പക്ഷെ 3 സെറ്റ് അന്നത്തെ ദിവസം കളിക്കാൻ പറ്റുള്ളൂ രണ്ടുപേർക്കും. അപ്പം അതിൽ എ 2 സെറ്റ് വിൻ ചെയ്തു, 1 സെറ്റാണ് ബി വിൻ ചെയ്തത്. അങ്ങനെ പിന്നെ ആ കളി അന്നത്തോടുകൂടെ സ്റ്റോപ്പ് ആക്കുക മാത്രമല്ല, അതിനുശേഷം കളി പിന്നെ തുടരാൻ പറ്റാതെ ആവുന്നു. എക്ക് മറ്റൊരു സ്ഥലത്തേക്ക് പോകേണ്ടി വന്നു, വേറെ ഒരു സ്ഥലത്തേക്ക് അവിടുന്ന് സ്ഥലം മാറി പോകേണ്ടി വന്നു. അപ്പോൾ കളി അവിടെ അൺഫിനിഷ്ഡ് ഗെയിം ആയിട്ട് നിൽക്കുകയാണ്. ആ സമയത്ത് ഇവർക്ക് പൈസ എങ്ങനെ ഷെയർ ചെയ്യണം എന്നുള്ളത് ഒരു പ്രോബ്ലം വന്നു. അപ്പം കണ്ടു നിന്ന പലരും എന്ത് പറഞ്ഞു, ഒബ്വിയസ്ലി നമ്മൾ എന്താ പറയുക, എ ഇസ് ദ വിന്നർ അല്ലേ. ഔട്ട് ഓഫ് 3 സെറ്റ്സ് 2 സെറ്റ്സ് വിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എ ഷുഡ് ബി ദ വിന്നർ ആൻഡ് ബി ഇസ് ദ ലൂസർ, നമ്മൾ അങ്ങനെയാണ് പറയാം. പക്ഷെ ബി സമ്മതിച്ചില്ല. ബി പറയുന്നത് ഇനിയും 2 സെറ്റ്സ് നമ്മൾ കളിക്കാനുണ്ടല്ലോ, അപ്പോൾ അത് കളിച്ചിരുന്നെങ്കിൽ അതിൽ എനിക്ക് കിട്ടുമായിരുന്നു, അപ്പം ഞാനായിരിക്കും വിന്നർന്ന്. അങ്ങനെ ഇവർ പക്ഷേ രണ്ടുപേരും കൂടെ അടികൂടാൻ നിന്നില്ല. ദേ ഡിഡ്ന്റ് ഫൈറ്റ് ഈച്ച് അതർ. ദേ വെന്റ് ടു എ ഫ്രണ്ട്. ദറ്റ് ഈസ് മാത്തമെറ്റീഷ്യൻ ഫ്രണ്ട് ആയിരുന്നു. രണ്ടുപേരുടെയും കൂടെ ഫ്രണ്ടായിരുന്നു ഈ മാത്തമെറ്റീഷ്യൻ. അപ്പം ഇദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി ഇങ്ങനെ കാര്യം പറഞ്ഞു, നാളെ മുതൽ കളി കളിക്കാൻ പറ്റൂല, അപ്പം ഞങ്ങളുടെ ഒരു ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഗെയിമാണ്, ഇതിൽ ഇങ്ങനെയാണ് എ വിൻ ചെയ്ത് ബി വിൻ ചെയ്തത്, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു സൊല്യൂഷൻ കണ്ടെത്തണം എന്ന് പറഞ്ഞു. അപ്പം വിഷമമായി, ഇത് ബുദ്ധിമുട്ടാണ്. അപ്പം മാത്തമെറ്റീഷ്യൻ എന്താക്കിയ, അദ്ദേഹത്തിൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. ആ ഫ്രണ്ടിനെ, അതും ഒരു മാത്തമെറ്റീഷ്യനാണ്. അപ്പോൾ രണ്ടുപേരും കൂടെ ഇരുന്ന് ഭയങ്കരമായിട്ട് കുലങ്കുഷമായി ചിന്തിച്ച് ഒരു ലെങ്തി കറസ്പോണ്ടൻസ് ബിറ്റ്വീൻ ദം ഉണ്ടായി. ആ ഒരു ലെങ്തി കറസ്പോണ്ടൻസ് ആണ് പിന്നീട് തിയറി ഓഫ് പ്രോബിലിറ്റി ആയിട്ട് മാറിയത്. അപ്പോൾ അത് നമുക്ക് ഇവിടെ കേട്ടെ. ഗെയിമിൻ്റെ അവസാനം എന്തായെന്ന് വെച്ചാൽ, ഗെയിം അവസാനം ഈ എ ഹാസ്, അവർ രണ്ടുപേരുടെയും ലെങ്തി കറസ്പോണ്ടൻസ് ശേഷം അവസാനം ഇങ്ങനെ റിസൾട്ടാണ് അനൗൺസ് ചെയ്തത്. എ ഷുഡ് ഗെറ്റ് 75% ഓഫ് ദ സ്റ്റേക്ക് ഓഫ് മണി ആൻഡ് ബി ഷുഡ് ഗെറ്റ് 25% ഓഫ് ദ സ്റ്റേക്ക് ഓഫ് മണി. ഈ ഇവല്യൂഷൻ ഓഫ് പ്രോബിലിറ്റി നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം ഇതിൻ്റെ തിയറി പാർട്ടിലേക്ക്, തിയറി ഓഫ് പ്രോബിലിറ്റി എന്ന് പറയുന്നത് 3 ആക്കിയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ക്ലാസിക്കൽ പ്രോബിലിറ്റി, എംപിറിക്കൽ പ്രോബിലിറ്റി ആൻഡ് ലാസ്റ്റ് വൺ ഇസ് എക്സിയോമാറ്റിക് പ്രോബിലിറ്റി. ഈ 3 നമുക്ക് പഠിക്കാനുള്ളത്. ക്ലാസിക്കൽ പ്രോബിലിറ്റി വെരി സിമ്പിൾ ആണ്. ഇറ്റ്സ് ഓൾസോ കോൾഡ് ആസ് പ്രയറി പ്രോബിലിറ്റി. ക്ലാസിക്കൽ പ്രോബിലിറ്റി ഓർ പ്രയറി പ്രോബിലിറ്റി. സോ പ്രോബിലിറ്റി, ഫസ്റ്റ് വൺ ഇസ് ക്ലാസിക്കൽ പ്രോബിലിറ്റി. അല്ലെങ്കിൽ പ്രയറി പ്രോബിലിറ്റി. Second one is empirical probability അല്ലെങ്കിൽ statistical regularity എന്നൊക്കെ അതിന് പേരുണ്ട് കേട്ടോ. Last one is axiomatic probability. Axiomatic probability ആണ് പിന്നീട് നമ്മൾ കൂടുതലായിട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം ഈ ക്ലാസിക്കൽ പ്രോബിലിറ്റി എന്താണെന്ന് നോക്കാം. വളരെ സിമ്പിളാണ്. നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ്. ഇത്രയേ ഉള്ളൂ, സംഭവം സിമ്പിളാണ്. ആൻഡ് ഇഫ് ദർ ആർ n cases of equally likely, mutually exclusive and
exhaustive cases, and if there is m favorable cases, then the probability of an event will be m by n. ഓക്കെ, ഇങ്ങനെ പറയുമ്പോൾ നല്ല ബുദ്ധിമുട്ടായിട്ട് തോന്നും, പക്ഷെ വളരെ സിമ്പിളാണ്. നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് കേസസ്. ഇപ്പോൾ ഒരു കോയിൻ ടോസ് ചെയ്യുകയാണെങ്കിൽ മാക്സിമം നമ്പർ ഓഫ് കേസസ് എത്രയാണ്? 2 കേസസ് അല്ലേ? ഹെഡോ ടെയിലോ വരാം. അപ്പോൾ അതാണ് ടോട്ടൽ നമ്പർ ഓഫ് കേസസ് 2 അല്ലേ? അതിൽ ഹെഡ് വരാനുള്ളത് എന്താണ് ചാൻസ്? ഹെഡ് എന്ന് പറയുന്നത് ഫേവറബിൾ ഔട്ട്കം ആണ്. ദാറ്റ് ഇസ് 1, only 1 chance is there. So the total is the probability of getting a head എന്ന് പറയുമ്പോൾ 1/2. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഇതിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് m/n ആണ്. m/n എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് favorable cases by total number of cases. ഓക്കെ, അപ്പോൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ഹെഡ് എന്ന് പറയുമ്പോൾ എന്ത് വരും? ഹെഡ് കിട്ടാനുള്ള ചാൻസസ്, ടോട്ടൽ നമ്പർ ഓഫ് ചാൻസസ് എന്താണ്? ഒരു ഹെഡും ഒരു ടെയിലും. ടോട്ടൽ നമ്പർ ഓഫ് ചാൻസസ് എപ്പോഴും നമ്മൾ 2 എണ്ണം താഴെയാണ് എഴുതുക. അതിൽ ഹെഡ് കിട്ടാനുള്ള ചാൻസസ് എന്ന് പറഞ്ഞാൽ എത്ര എണ്ണേ ഉള്ളൂ? 1 എണ്ണേ ഉള്ളൂ, ഒരു ഹെഡല്ലേ ഉള്ളൂ. അപ്പം 1 out of 2. ഇനി പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ആൻ ഏസ് ഔട്ട് ഓഫ് എ ഡെക്ക് ഓഫ് കാർഡ്സ്. ഡെക്ക് ഓഫ് കാർഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെക്ക് ഓഫ് കാർഡ്സ് എന്ന് പറഞ്ഞാൽ 52 കാർഡ്സ് ഉണ്ടാവും കേട്ടോ. അങ്ങനെ 52 കാർഡ്സിൽ ഏസ് കിട്ടാനുള്ള ചാൻസ്, ഒരു ഏസ് കിട്ടാനുള്ള ചാൻസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ടോട്ടൽ ആണ് 52. അപ്പം നമ്മൾ താഴെ എഴുതേണ്ടത് 52. ഈ 50 ടോട്ടൽ എപ്പോഴും താഴെ എഴുതാം. ഇനി ചാൻസസ് ഓഫ് ഗെറ്റിംഗ് ഏസ് എത്ര എണ്ണം ഉണ്ടാവും? എത്ര ഏസ് കാർഡ്സ് ആണുള്ളത്? 4 ഏസ് ആണ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ 4 out of 52, ദാറ്റ് ഈസ് 1/13. ഈ കാർഡ്സ് നിങ്ങൾക്ക് ഓർമ്മയില്ലെങ്കിൽ ഞാൻ ഒന്ന് ഇവിടെ എഴുതി വെക്കാം. കാർഡ്സ് നമുക്ക് ഹാർട്ട് ഉണ്ട്, ഓക്കെ. ഏസ് 4 എണ്ണം ഉണ്ടാവും എല്ലാത്തിലും കൂടെ ആയിട്ട്. പിന്നെ 2 ഉണ്ടാവും, 3, 4, 5, 6 up to 10 അത്രയും നമ്പർ കാർഡ്സ് ഉണ്ടാവും കേട്ടോ. പിന്നെ ജാക്ക് 4 ജാക്ക് ഉണ്ടാവും, 4 ക്വീൻ ഉണ്ടാവും, 4 കിങ് ഉണ്ട്. അങ്ങനെ നമുക്ക് ഒട്ടാകെ എത്ര കാർഡ്സ് ഉണ്ടാവും? 52 കാർഡ്സ് ഉണ്ടാവും. ഓരോ സ്യൂട്ട്, ഇതിന് സ്യൂട്ട് എന്നാ പറയാ. ഇത് ഹാർട്ടിന്റെ ഇതാണ് കാർഡ് വരുന്നത്, ഇത് ഡയമണ്ട് ആണ്, ഇത് സ്പേഡ് ആണ്, ഇത് ക്ലബ്സ് ആണ്. അങ്ങനെ ഇത് ബ്ലാക്ക് സ്യൂട്ട് ആണ്, ഇത് രണ്ടും വരുന്നത്. സ്പേഡും ക്ലബ്സും ബ്ലാക്ക് സ്യൂട്ട് ആണ് വരിക. ഹാർട്ട് എന്ന് പറയുന്നതും ഡയമണ്ട് എന്ന് പറയുന്നതും റെഡ് സ്യൂട്ടാണ്, അതായത് റെഡ് കളർ കാർഡ്സ് ആയിരിക്കും വരുന്നത്. ബ്ലാക്ക് സ്യൂട്ട് വരുന്നതും രണ്ടും 26 കാർഡ്സ് വരും. ബ്ലാക്ക് സ്യൂട്ട് വരുന്നത്, റെഡ് സ്യൂട്ടും അതുപോലെ തന്നെ റെഡ് സ്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ. പിന്നെ ഓരോ 13 ആയിരിക്കും വരിക കേട്ടോ. 13 ആണ് ഒരു സ്യൂട്ട് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഓരോ ഹാർട്ട് 13 ഉണ്ടാവും, ഡയമണ്ട് 13 ഉണ്ടാവും, സ്പേഡ് 13 ഉണ്ടാവും, ക്ലബ്സ് 13 ഉണ്ടാവും. പിന്നെ 4 ഏസ് കാർഡ്സ്. ഓക്കെ, 4 ഏസ് കാർഡ്സ്. എത്ര ഫേസ് കാർഡ്സ്? ഇതിന് പറയാം ഫേസ് കാർഡ്സ്. ജാക്ക്, ക്വീന്, കിങ്, ഇതൊക്കെ ഫേസ് കാർഡ്സ് ആണ്. മൊത്തം 12 എണ്ണം ഉണ്ടാവും. പിന്നെ ഇത്രയും കാർഡ്സ് ഇത് നമ്പർ കാർഡ്സ് ആണ്. 2 മുതൽ 10 വരെയുള്ള നമ്പർ കാർഡ്സ് ആണ്. അപ്പം 4 ഏസ് കാർഡ്സ്, 12 ഫേസ് കാർഡ്സ്. അപ്പം മൊത്തം 52 കാർഡ്സ് ആണ് ഉള്ളത്. 52 കാർഡ്സ് ആണ് ടോട്ടൽ ഉള്ളത്. അപ്പോൾ 52 - 12 is 40, 40 - 4 is 36. അപ്പോൾ 36 നമ്പർ കാർഡ്സും ഉണ്ട്. നമ്പർ കാർഡ്സ് എത്ര ഉണ്ട് ടോട്ടൽ? 36 ഉണ്ട് കേട്ടോ. അപ്പം ഇത്രയാണ് കാർഡ്സിനെ പറ്റിയിട്ട് അറിയേണ്ടത്. നിങ്ങൾ കാർഡിൻ്റെ ഗെയിംസ് ആണ് നമുക്ക് ഇതിൽ കൂടുതലുള്ളത്. പക്ഷെ നമുക്കറിയാം കാർഡ്സിനെ പറ്റിയിട്ട് ഇപ്പോഴത്തെ പിള്ളേർക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തിയെന്നുള്ളൂ. അപ്പം 4 ടൈപ്പ് ഓഫ് കാർഡ്സ് ആണുള്ളത്. ഏതൊക്കെയാണ്? ഹാർട്ട്, ഡയമണ്ട്, ക്ലബ്സ്, അതുപോലെ സ്പേഡ്. അതിൽ 13 എണ്ണം വരും ഓരോ സ്യൂട്ടും. പിന്നെ റെഡ് സ്യൂട്ട് വരുന്നത് 26, അതുപോലെ ബ്ലാക്ക് സ്യൂട്ട് 26 വരും. 4 ഏസ് കാർഡ്സ് ഉണ്ടാവും, നമ്പർ കാർഡ്സ് 36 ഉണ്ടാവും, ഫേസ് കാർഡ്സ് 12 ഉണ്ടാവും. പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എൻ ഏസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഔട്ട് ഓഫ് 52, ടോട്ടൽ നമ്പർ ഓഫ് കാർഡ്സ് 52 ആണ്. അതിൽ എത്ര കാർഡ്സ് ആണ്
ഏസ് എന്ന് പറയുന്നത് 4 എണ്ണം. അപ്പം 4 എണ്ണത്തിൽ ഏത് ഒരെണ്ണം വേണമെങ്കിൽ ആവാം. ദറ്റ് ഇസ് 4 ഡിവൈഡ് ബൈ 52. ഓക്കെ, 4 ഡിവൈഡ് ബൈ 52 ഇസ് 1/13. കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 1. വാട്ട് ഇസ് ദ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 1 ഓൺ എ ഡൈസ്? ഡൈസിൻ്റെ മുകളിൽ 1 കിട്ടാനുള്ള ചാൻസ് ഞാൻ ഇവിടെ എഴുതുന്നത്. പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 1 ഓൺ എ ഡൈസ്. ഡൈസിൽ ടോട്ടൽ നമ്പർ ഓഫ് കേസസ് എത്രയാണ്? എക്സോസ്റ്റീവ് നമ്പർ ഓഫ് കേസസ് അറിയാം നിങ്ങൾക്ക് അല്ലേ? 1 2 3 4 5 6. ദാറ്റ് ഇസ് ടോട്ടൽ നമ്പർ ഓഫ് കേസസ് ഇസ് 6. അപ്പോൾ താഴെ തന്നെ 6 എഴുതാം, ഡിനോമിനേറ്ററിൽ 6 എഴുതാം. പിന്നെ നമ്മൾ എഴുതേണ്ടത് ഫേവറബിൾ നമ്പർ ഓഫ് കേസസ്. ഫേവറബിൾ നമ്പർ ഓഫ് കേസസ് എന്ന് പറയുമ്പോൾ എത്രയാണ്? ഒരു ഡൈസിൻ്റെ മുകളിൽ 1 കിട്ടാൻ എത്ര 1 ഉണ്ടാവും? ഡൈസിൻ്റെ മുകളിൽ ഒരു 1 ഉള്ളൂ. അപ്പോൾ 1 ഔട്ട് ഓഫ് 6. ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ ചോദിക്കുകയാണ് വാട്ട് ഇസ് ദ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 5 ഓൺ എ ഡൈസ് എന്ന് വെച്ചാലോ? 5 എന്ന് പറയുന്നത് ഒരു നമ്പറാണ്. സോ 1 ഔട്ട് ഓഫ് 6. Okay, what is the probability of getting an even number on a dice? What is the probability of getting an even number? Even number on a dice. Even number എത്ര ഉണ്ട്? 2 4 6. അപ്പോൾ 3 എണ്ണേ ഉള്ളൂ അല്ലേ? ഔട്ട് ഓഫ് എത്രയാ? ടോട്ടൽ ചാൻസസ് എത്രയാ? ഡൈസിൻ്റെ മുകളിൽ എത്ര നമ്പേഴ്സാണ് ടോട്ടൽ നമ്പേഴ്സ് വരുന്നത്? 6. സോ 3/6. ദാറ്റ് ഈസ് 1/2. കട്ട് ചെയ്ത് കേട്ടോ. What is the probability that a person would have been born on a Sunday? It's probability that a person would have been born on a Sunday. ഒരു സൺഡേ ഒരാൾ ജനിക്കാനുള്ള ചാൻസ്. അപ്പം നിങ്ങൾക്കറിയാം ടോട്ടൽ ഒരു വീക്കിൽ എത്ര ദിവസം ഉണ്ട്? ടോട്ടൽ 7 days ഉണ്ട് അല്ലേ? അപ്പം വാട്ട് ഇസ് ദ പ്രോബിലിറ്റി ഓഫ്, ഞാൻ ഇപ്പോൾ പറഞ്ഞതാണ്, വാട്ട് ഇസ് ദ പ്രോബിലിറ്റി ഓഫ് എ പേഴ്സൺ ടു ബോൺ ഓൺ എ സൺഡേ? ഒട്ടാകെ 7 days ഉണ്ട്. അപ്പം നമ്മൾ താഴെ അവിടെ 7 എഴുതണം. ഇനി സൺഡേ എത്ര ദിവസങ്ങളുണ്ട്? ഒരാഴ്ചയിൽ എത്ര സൺഡേസ് ഉണ്ട്? ഒരു സൺഡേ ഉള്ളൂ. അപ്പോൾ 1/7. ഓക്കെ, വളരെ സിമ്പിളാണ്. ഇനി ഇപ്പോൾ ഞാൻ ഇതൊന്ന് മായ്ക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിൻ്റെ ബേസ് ചെയ്തിട്ടില്ല, അതായത് ഈ കാർഡ്സിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെ വേണമെങ്കിൽ ചോദിക്കാം. അത് കോംപ്ലിക്കേറ്റ് ആവും തോറും നമുക്ക് സെറ്റ് തിയറിയും അതുപോലെ തന്നെ നമ്മുടെ പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ ഇതൊന്ന് ജസ്റ്റ് നിങ്ങൾക്ക് റിവ്യൂ വേണം. ഞാൻ കുറച്ചും കൂടെ കാർഡ്സിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലം ചെയ്യാമെന്ന് വിചാരിച്ചു. വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ഫേസ്? ഗെറ്റിംഗ് എ ഫേസ് കാർഡ്. ഓക്കെ, വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ഫേസ് കാർഡ്? ഒരു ഫേസ് കാർഡ് കിട്ടാനുള്ള ചാൻസ്. ഫേസ് കാർഡ് മൊത്തം എത്ര ഉണ്ട്? മൊത്തം 12 കാർഡ്സ് ഉണ്ട് അല്ലേ? ഫേസ് കാർഡാണ്. അപ്പം 12 ആണ് നമ്മുടെ ഫേവറബിൾ നമ്പർ ഓഫ് ഔട്ട്കംസ്. ഫേവറബിൾ നമ്പർ ഓഫ് ഔട്ട്കംസ് എന്ന് പറയുന്നത് 12 വരും. ടോട്ടൽ എത്ര വരും? ടോട്ടൽ കാർഡ്സ് എത്ര ഉണ്ട്? 52 അല്ലേ? അപ്പം 12/52. 12/52 എത്ര വരും? 2 6 are 12, 2 26. That is 2 3s, 2 13s അല്ലേ? അപ്പം 3/13 ആണ് നമ്മൾ കട്ട് ചെയ്താൽ കിട്ടുക. ഓക്കെ, നെക്സ്റ്റ് പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ നമ്പർ കാർഡ്. ഒരു നമ്പർ കാർഡ് കിട്ടാനുള്ള ചാൻസ് എത്രയാണ്? ഒരു നമ്പർ കാർഡ് കിട്ടാനുള്ള ചാൻസ് മൊത്തം നമ്പർ കാർഡ്സ് എത്ര ഉണ്ട്? 36 കാർഡ്സ് ഉണ്ട് അല്ലേ? അപ്പോൾ 36/52, 9/13 അല്ലേ? 9/13. ഇനി വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് a black suit? What is the probability of getting a black suit? അപ്പോൾ ബ്ലാക്ക് സ്യൂട്ട് എത്ര ഉണ്ട്? അപ്പോൾ നമ്മുടെ ഫേവറബിൾ ഔട്ട്കംസ് എത്ര വരും? ബ്ലാക്ക് സ്യൂട്ട് നമുക്കറിയാം 26 എണ്ണം ഉണ്ട് അല്ലേ? അപ്പോൾ അതാണ് നമ്മുടെ ഫേവറബിൾ നമ്പർ. അപ്പോൾ ഫേവറബിൾ എന്ന് പറയുന്നത് എത്ര വരും? 26 ആണ്. പിന്നെ ടോട്ടൽ പറയുന്നത് 52. അപ്പോൾ നമുക്ക് 52 26 അപ്പോൾ എത്ര വരും? 1/2 അല്ലേ? ഇനി അതുപോലെ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ഡയമണ്ട്. അങ്ങനെ ചോദിച്ചാലോ? വാട്ട് ഇസ് ദ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ഡയമണ്ട് കാർഡ്? ഒരു ഡയമണ്ട് കാർഡ് കിട്ടാനുള്ള ചാൻസ് എത്രയാണ്? 3 ആണ്. അപ്പോൾ 13 ആണ് ഒരു സ്യൂട്ടിൽ വരുന്നത്. അപ്പോൾ 13/52 ദാറ്റ് ഈസ് 1/4. ഓക്കെ, ഇനി ഞാൻ ചോദിക്കുകയാണ് വാട്ട് ഇസ് ദ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ സ്പേഡ്? അതും 13/52. വാട്ട് ഇസ് ദ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ഹാർട്ട്? 13/52. വാട്ട് ഇസ് ദ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ റെഡ് സ്യൂട്ട്? റെഡ് സ്യൂട്ട് പറയുമ്പോൾ 26 ഉണ്ട് അല്ലേ? അപ്പോൾ 26/52. അപ്പോൾ ഇങ്ങനത്തെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. 53 Sundays in a leap year.
അപ്പം ഒരു ലീപ്പ് ഇയർ എന്ന് പറഞ്ഞാൽ എത്രയാ? ഒരു ലീപ്പ് ഇയർ പോട്ടെ, സാധാരണ ഓർഡിനറി ഇയർ എന്ന് പറഞ്ഞാൽ എത്ര ദിവസമാണ്? നമുക്കറിയാം 365 ഡേയ്സ് ആണ് അല്ലേ. പക്ഷെ ലീപ്പ് ഇയർ എന്ന് പറഞ്ഞാലോ ഒരു എക്സ്ട്രാ ഡേയും കൂടെ വരും അല്ലേ. ഈ എക്സ്ട്രാ എന്ന് പറഞ്ഞാൽ 365 ആൻഡ് 1/4 അല്ലേ. ക്വാർട്ടർ 1/4 ആണെന്ന് അറിയാം. ആ 1/4 ആണ് പിന്നെ 4 more years കൂടിയിട്ട് 1 day എക്സ്ട്രാ വരുന്നത്. അങ്ങനെയാണ് 366 ഡേയ്സ് ആയതെന്ന് നിങ്ങൾക്കറിയാം. അപ്പം ടോട്ടൽ ഓർഡിനറി ഇയറില്ല നമ്മളെ ക്വസ്റ്റ്യൻ, നമുക്ക് ലീപ്പ് ഇയറിൻ്റെതാണ് കണക്ക്. ഒരു വീക്കിൽ എത്ര ഡേയ്സ് ഉണ്ട്? 7 ഡേയ്സ് അല്ലേ. അപ്പം നമുക്ക് ഇതിനോടൊന്ന് ഡിവൈഡ് ചെയ്യാം. 366 ഡിവൈഡഡ് ബൈ 7. അപ്പം നമുക്കറിയാം 7 5s are 35, 16 7 2s are 14, 2 അതായത് 52 വീക്സ് ഉണ്ട് അല്ലേ. 52 വീക്സ് ഉണ്ട് ആൻഡ് പ്ലസ് ഒരു 2 days എക്സ്ട്രാ ഉണ്ട് അല്ലേ. 52 വീക്സ് പ്ലസ് 2 days എക്സ്ട്രാ ഉണ്ട്. അപ്പോൾ 52 വീക്സ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും 52 സൺഡേസ് ഉണ്ടാവുമല്ലോ അല്ലേ. അത് ഡാം ഷുവർ ആണ്. ഓക്കെ, വി ആർ ഷുവർ അബൌട്ട് ഇറ്റ്. അപ്പോൾ 52 സൺഡേസിന് ഓക്കെയാണ്. അപ്പോൾ 53 സൺഡേസ് ലീപ്പ് ഇയറിൽ വരാനുള്ള ചാൻസ് ആണ് ചോദിക്കുന്നത്. അപ്പോൾ 53 സൺഡേസ് വരണമെങ്കിൽ ഈ 2 daysൽ ഏതെങ്കിലും ഒരു ദിവസം വന്നാൽ മതി അല്ലേ. അപ്പോൾ ഈ 2 days എങ്ങനെയൊക്കെ വരാം? ഈ 2 days എന്ന് പറയുന്നത് നമുക്ക് സൺഡേ മൺഡേ ആവാം, മൺഡേ ട്യൂസ്ഡേ ആവാം അല്ലേ. ആ 2 days സൺഡേ മൺഡേ ആവാം, മൺഡേ ട്യൂസ്ഡേ ആവാം, ട്യൂസ്ഡേ വെനസ്ഡേ ആയി പോകാം, വെനസ്ഡേ തേഴ്സ്ഡേ ആകാം, തേഴ്സ്ഡേ ഫ്രൈഡേ ആകാം, ഫ്രൈഡേ സാറ്റർഡേ ആകാം, ആൻഡ് സാറ്റർഡേ സൺഡേ ആകാം. ഞാനിത് മേളിലേക്ക് എഴുതിയതിൻ്റെ കാരണം എന്താണെന്ന് ഞാൻ പറയാം. അപ്പം നമുക്ക് വേണ്ട ഓപ്ഷൻ എന്തൊക്കെയാണ്? 53 സൺഡേസ് ഇൻ എ ലീപ്പ് ഇയർ ആണ്. അപ്പോൾ 52 സൺഡേസ് വരാൻ ചാൻസ് ഫുൾ ഓക്കെ ആണ്. പക്ഷെ 53 വരണമെങ്കിൽ ഈ എക്സ്ട്രാ 2 ദിവസത്തിൽ ഏതെങ്കിലും ഒരു ദിവസം സൺഡേ വന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് 53 സൺഡേസ് കിട്ടുള്ളൂ അല്ലേ. അപ്പം 53 സൺഡേസ് വരണമെങ്കിൽ നമുക്ക് ഈ ഒന്നുകിൽ ആ 2 ദിവസം സാറ്റർഡേ സൺഡേ ആവണം, അല്ലെങ്കിൽ സൺഡേ മൺഡേ ആവണം അല്ലേ. സൺഡേ മൺഡേ. അപ്പോൾ ഇതിൽ മൊത്തം എത്ര ചാൻസ് ഉണ്ട്? ആ 2 ദിവസം എങ്ങനെയൊക്കെ ആവാനുള്ള ചാൻസ് ഉണ്ട്? ഒന്നുകിൽ സാറ്റർഡേ സൺഡേ, സൺഡേ മൺഡേ, മൺഡേ ട്യൂസ്ഡേ, ട്യൂസ്ഡേ വെനസ്ഡേ, വെനസ്ഡേ തേഴ്സ്ഡേ, തേഴ്സ്ഡേ ഫ്രൈഡേ ആൻഡ് ഫ്രൈഡേ സാറ്റർഡേ. അപ്പോൾ മൊത്തം 7 ചാൻസസ് ആണ് ഉള്ളത് അല്ലേ. 1 2 3 4 5 6 7. അതിൽ ഈ 2 ദിവസം സൺഡേ ആവാനുള്ള ചാൻസ് ഈ 2 കേസസ് മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പോൾ 2 out of 7. So the answer is probability of getting 53 Sundays എന്ന് പറയുമ്പോൾ 2 out of 7 ആണ്. നമ്പർ ഓഫ് ഔട്ട്കംസ് എന്ന് പറയുന്നത് 7ഉം ഫേവറബിൾ നമ്പർ ഓഫ് ഔട്ട്കംസ് എന്ന് പറയുന്നത് 2ഉമായിട്ട് മാറും. ഓക്കെ, ഇനി ഇപ്പോൾ ഇതേ ക്വസ്റ്റ്യൻ തന്നെ വാട്ട് ഇസ് ദ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 53 വെനസ്ഡേസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും വരിക? വെനസ്ഡേസ്ന്നോ അല്ലെങ്കിൽ തേഴ്സ്ഡേസ്ന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു സൺഡേ മാത്രമല്ലല്ലോ, ബാക്കി ഏത് ഓപ്ഷൻ വന്നാലും ഇത് തന്നെ പറ്റുള്ളൂ. ഇനി ലീപ്പ് ഇയറിലാകുമ്പോൾ ഇതേ ഓപ്ഷൻ തന്നെ വരാൻ പറ്റുള്ളൂ. വാട്ട് ഇസ് ദ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 53 വെനസ്ഡേസ് ഇൻ എ ലീപ്പ് ഇയർ എന്ന് ചോദിച്ചാലും നമുക്ക് എന്തേ ഉള്ളൂ? ഈ വെനസ്ഡേ വരുന്നത് ഏതൊക്കെയാ? ഈ 2 ഓപ്ഷൻസിലേ വരുന്നുള്ളൂ. അപ്പം മൊത്തം 7 ഓപ്ഷൻസിൽ 2 ഓപ്ഷൻസ് ആവാനേ ചാൻസ് ഉള്ളൂ അല്ലേ. അതിൻ്റെ മുകളിലാണ് ഈ 53 വെനസ്ഡേസ് കിട്ടുക. ഇനി 53 ഫ്രൈഡേസ് കിട്ടാൻ ഇനി ലീപ്പ് ഇയർ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിലോ അതും സെയിം ആൻസർ അല്ലേ, 2/7 വരും. ഓക്കെ, അപ്പം എന്താണ് ഇവിടെ ഉദ്ദേശം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് നമുക്ക് പോകാം. അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ വെച്ച് നിർത്താം. അടുത്തത് നമുക്ക് എംപിരിക്കൽ പ്രോബബിലിറ്റിയിൽ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ.